നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 3 ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതിലെ ഇല്ലുസ്ട്രേഷൻ 2 ആണ്. ഇല്ലുസ്ട്രേഷൻ 2ന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഇല്ലുസ്ട്രേഷൻ 2ന്റെ പാർട്ട് 2 ആണ്. ഇതിനകത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇനി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പറേഷൻ അല്ലെ ബിസിനസിന്റെ പ്രവർത്തനത്തിൽ നിന്നും എത്ര ഫണ്ട് റേസ് ചെയ്തു എന്ന് അറിയണം. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ബിസിനസ്സിൽ നിന്നും ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിൽ തന്നിരിക്കും അല്ലേ. അപ്പോൾ നോക്കിയേ, നമുക്ക് ആ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പം കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഉണ്ട്, ഈ വർഷത്തെ പ്രോഫിറ്റും ഉണ്ട്. അതായത് ഇപ്പോൾ ഏതൊക്കെ ഇയർ ആണോ ആ 2 ഇയറിലെ പ്രോഫിറ്റും തരും. അപ്പം നമ്മുടെ അതായത് 2015 2016 ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 2016 എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസിലെ പ്രോഫിറ്റും 2015 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് പ്രോഫിറ്റും ആണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ ക്ലോസിംഗ് ബാലൻസിലെ പ്രോഫിറ്റിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസിലെ പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് ഉണ്ട്. കാരണം എന്താണ്, ഈ ക്ലോസിംഗ് ബാലൻസിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കഴിഞ്ഞ ഓപ്പണിംഗ് ബാലൻസിലെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തതാണ്. അപ്പോൾ അത് കുറച്ചാൽ മാത്രമേ നമുക്ക് കറണ്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഈ കറണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നതിൽ നിന്നും നമ്മളുടെ എല്ലാ നോൺ ക്യാഷ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും തിരിച്ചു കൂട്ടണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായ എല്ലാ എക്സ്പെൻസസും നമ്മൾ പ്രോഫിറ്റിനകത്ത് നിന്നും റൈറ്റ് ഓഫ് ചെയ്യും അല്ലേ. അവിടെ നോൺ ഓപ്പറേറ്റിംഗ് എന്നോ നോൺ ക്യാഷ് എന്നോ ഇൻവെസ്റ്റിംഗ് എക്സ്പെൻസ് എന്നോ അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ എക്സ്പെൻസ് എന്നോ അങ്ങനെ ഒരു തരംതിരിവില്ലാതെ എല്ലാ എക്സ്പെൻസസും നമ്മൾ ആ പ്രോഫിറ്റിൽ നിന്നുമാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ എടുക്കുകയും ചെയ്യും. കാരണം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം മാത്രമല്ലാതെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഓൾഡ് അസറ്റ് ഒക്കെ വിൽക്കുമ്പോൾ അതിൽ നിന്നും ചിലപ്പോൾ നമുക്ക് വല്ല പ്രോഫിറ്റ് കിട്ടും അല്ലേ. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് പോലെയുള്ള ഐറ്റം അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷൻ നിന്നുള്ള ഫണ്ട് അല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അറിയാൻ പറ്റൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും എന്തൊക്കെ കുറയ്ക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നോൺ ക്യാഷ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും എന്ത് ചെയ്യുക, കൂട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ഫിനാൻസിങ് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ അസറ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഫണ്ട് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. അതായത് നമ്മുടെ പൈസ നമ്മൾ ആ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ അസറ്റ് സൈഡിൽ നമ്മുടെ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫണ്ട് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരുന്നത്. എന്നാൽ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഫിനാൻസ് വേണം അല്ലേ. ഈ ക്യാഷ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും, ബാങ്ക് ലോൺ എടുക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ തന്നാൽ നമുക്ക് എന്ത് കിട്ടി, ഫിനാൻസ് കിട്ടി അല്ലേ, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായുള്ള ക്യാഷ് കിട്ടി. പക്ഷെ നമ്മൾ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എവിടെ നിന്നാണ്, നമ്മളുടെ ബിസിനസ്സിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അതിനുവേണ്ടി നമ്മുടെ ബിസിനസിന്റെ ലാഭത്തിൽ നിന്നുമാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒരിക്കലും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഐറ്റംസ് തിരിച്ചു കൂട്ടിയാൽ മാത്രമേ നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, എന്തൊക്കെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ലയബിലിറ്റി സൈഡിലെ ലോങ് ടേം ബോറോവിങ്സ് പോലുള്ള ഐറ്റംസ് അല്ലേ. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, അതുപോലെ ബാങ്ക് ലോൺ റേസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ പലിശ കൊടുക്കുമ്പം അതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അതൊക്കെ തിരിച്ചു കൂട്ടണം. പിന്നെ ഡിപ്രീസിയേഷൻ പോലുള്ള നോൺ ക്യാഷ് എക്സ്പെൻസസ് വന്നാൽ അത് നമ്മൾ തിരിച്ചു കൂട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ശരിയായിട്ടുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ബിസിനസിന്റെ പ്രവർത്തനത്തിൽ നിന്നും അല്ലാതെ മറ്റ് ഇൻകം കാണുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ എന്തുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുകയും ചെയ്യാം. എന്നാലും നമ്മുടെ ബിസിനസ്സിന് യഥാർത്ഥ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പം ഇതിൽ എന്തൊക്കെയാണ് കൂട്ടേണ്ടത് എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത് നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കുക. ഓരോ ഐറ്റം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണോ, നോൺ ക്യാഷ് ആണോ എന്നൊക്കെ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഇതിൽ നിന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് ബാലൻസ് ആണ് ആദ്യം എഴുതാൻ. അപ്പം നമുക്ക് എഴുതാം പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2016 നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം 1,70,000 ആണ് ഉള്ളത്. ഓക്കെ, ആ 1,70,000 നിന്നും എന്ത് കുറയ്ക്കണം? പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിലെ പ്രോഫിറ്റ് കുറയ്ക്കണം. അപ്പൊ നമുക്ക് ലെസ് പ്രോഫിറ്റ് ഓൺ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസിലെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1,00,000 ആണ്. എഴുതാം 1,00,000. ഓക്കെ, അപ്പൊ നോക്കി 1,70,000 നിന്നും 1,00,000 കുറച്ചപ്പം നമുക്ക് എത്ര വരും? 70,000 വരും. അതായത് ഈ ക്ലോസിംഗ് ബാലൻസിനകത്ത് ഓപ്പണിംഗ് ബാലൻസിൽ 1,00,000 കൂടി ഇൻക്ലൂഡ് ആയിരുന്നു. അത് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ 70,000 നമുക്ക് എന്തെന്ന് പറയാം? കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയാം. കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കട്ടെ? നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. അതായത് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുക. അഡീഷണൽ ഇൻഫർമേഷൻ അത് ആകെയുള്ള ഡിപ്രീസിയേഷൻ മാത്രമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടാവും എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫണ്ട് ഇങ്ങനെ മാറ്റിയിടുകയാണ്. ഒരിക്കലും ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിന് പുറത്ത് ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു എക്സ്പെൻസ് അല്ല. നമുക്ക് ശരിക്കും അത് ബിസിനസ്സിന്റെ വെളിയിലോട്ട് ആ ക്യാഷ് പോകുന്നില്ല. അത് ബിസിനസ്സിനുള്ളിൽ തന്നെ ഉണ്ട്. നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും അത് എന്തായിട്ട് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് കുറച്ചതാണ്. അത് തിരിച്ചു കൂട്ടിയാൽ മാത്രമേ നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിന് നോൺ ക്യാഷ് എക്സ്പെൻസ്, കാരണം ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുന്നില്ല, അതുകൊണ്ടാണ് ഇതിനെ നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മൾ അത് എന്ത് ചെയ്യണം? തിരിച്ചു കൂട്ടണം. അപ്പൊ നമുക്ക് എഴുതാം ആഡ് ഡിപ്രീസിയേഷൻ. ഇവിടെ 2 ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. ഓക്കെ, മെഷീനറി ഡിപ്രീസിയേഷൻ എത്രയാണ്? 10,000. ഇനി അടുത്തതാണ് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. ഫർണിച്ചർ ഡിപ്രീസിയേഷൻ എത്രയാണ്? 2,000. അഡ്ജസ്റ്റ്മെന്റിൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ അഡ്ജസ്റ്റ്മെന്റിൽ തരുന്നത് മാത്രം നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെയുള്ള ഐറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് കൂട്ടുക. നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഇവിടെ 10% ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഇങ്ങനെ തന്നിട്ടുണ്ട് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് സാധാരണ തരും, ഇൻട്രസ്റ്റിന്റെ കാര്യം പറയും. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക, ഡിബഞ്ചർ ഉണ്ടോ അതിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഇൻട്രസ്റ്റ് കൊടുത്തതായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഡിബഞ്ചർ എത്രയാണ്? 1,50,000 ഡിബഞ്ചർ ആണ് ഇപ്പൊ 2016 ഉള്ളത്. ഈ 1,50,000 10% നമ്മൾ എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം അല്ലെ? അപ്പൊ അത് ഈ വർഷം ലാസ്റ്റ് കൊടുക്കേണ്ടതാണല്ലോ. അപ്പൊ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ലെ? ബിസിനസ്സിന് വേണ്ടുന്ന ഫിനാൻസ് അല്ലെങ്കിൽ ക്യാഷ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അതൊരിക്കലും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതൊരു നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിവിടെ തിരിച്ച് കൂട്ടണം. അപ്പൊ എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എത്രയാണ്? ഡിബഞ്ചർ 1,50,000 ഇപ്പൊ ഉള്ളതാണ് എടുക്കേണ്ടത്. 2016 1,50,000 ആണ് ഉള്ളത്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 15,000. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എന്താണ്? നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 27,000 വരും. 27,000. ഇനി ഇവിടെ മറ്റ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് കുറയ്ക്കണമായിരുന്നു. മൊത്തം 70,000 ആണ് ഈ വർഷത്തെ പ്രോഫിറ്റ് അല്ലേ? അതിൽ നിന്നും നമ്മൾ ആ പ്രോഫിറ്റ്, നമ്മുടെ ഓൾറെഡി ഉള്ള പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസുകൾ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഇതൊക്കെ നമ്മൾ തിരിച്ചു കൂട്ടി അല്ലെ? തിരിച്ചു കൂട്ടിയപ്പോൾ എത്ര വരും? 97,000 വരും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 97,000. ഈ 97,000 എന്ന് പറയുന്നതാണ് എന്ത്?
ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചു. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് വരയ്ക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പം നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ്? സോഴ്സസ് ആണ്, ദെൻ എമൗണ്ട്, ആപ്ലിക്കേഷൻ, എമൗണ്ട്. സോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ്സിലോട്ട് ഫണ്ട് വരേണ്ട ആ ഒരു, നമ്മൾ എവിടെ നിന്നേക്കാണ് നമ്മുടെ ബിസിനസ്സിലോട്ട് ഫണ്ട് വരുന്നത്, അതാണ് സോഴ്സസ്. നമ്മൾ എവിടേക്കാണോ പൈസ നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എന്താണ്? ഷെയർ ക്യാപിറ്റൽ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്? നമ്മൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ വേണ്ടി എടുത്തു. ഇനി നമ്മൾ കറണ്ട് അസറ്റ്സോ കറണ്ട് ലൈബിലിറ്റീസോ നോക്കണ്ട. ഇനി റിസർവ് ആൻഡ് സർപ്ലസിനകത്തുള്ള പ്രോഫിറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ എടുത്തു? നമ്മളുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഇതല്ലാതെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഫണ്ട് ഫ്ലോസ്, അതായത് നമ്മുടെ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ലോങ് ടേം ബോറോവിങ്സ്, ഫിക്സഡ് അസറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിയേ, പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും, അതായത് നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? അത് അതിനകത്ത് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വരും. നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്നെങ്കിൽ അത് സോഴ്സസിലും വരും. അതും കൂടെ മനസ്സിലാക്കുക. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന കൂട്ടത്തിൽ പറയാം. ഓക്കെ, അപ്പൊ നോക്കി, നമ്മൾ ആദ്യം നോക്കേണ്ട ഏതാണ്? ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലോട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ്? ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ് അല്ലെ. അപ്പം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ 2015 3 ലക്ഷം ആയിരുന്നു. 2016 3,25,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ഇഷ്യൂ ചെയ്തു അല്ലെ. ഇവിടെ എന്ത് ചെയ്തു? പൈസ കൂടി, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ഇഷ്യൂ ചെയ്തു. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിലോട്ട് എന്ത് ചെയ്ത്? ഫണ്ട് അത്ര കൂടി വന്നത്. അപ്പൊ അതെന്താണ്? ഒരു സോഴ്സ് ആണ്. തിരിച്ചായിരുന്നെങ്കിലോ, ഷെയർ ക്യാപിറ്റൽ കുറയുവാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുന്ന അർത്ഥം? നമ്മുടെ ഷെയർ റിഡംഷൻ നടത്തിയെന്നാണ് അർത്ഥം. റിഡംഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? കൂടുതൽ ഷെയർ ക്യാപിറ്റൽ വന്നു. അപ്പൊ അതുകൊണ്ടത് സോഴ്സസ് ആണ്. അപ്പൊ നമ്മൾ എഴുതുക, സോഴ്സസിൽ എഴുതുക ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇവിടെ എത്രയാ കൂടിയെന്ന് വെച്ചാൽ അതേ എഴുതാൻ പാടുള്ളൂ, 25,000. ഇനി അടുത്ത എന്താണ്? ഇത് നോക്കേണ്ടത് ലോങ് ടേം ബോറോവിങ്സ് ആണ്. ലോങ് ടേം ബോറോവിങ്സിനകത്തുള്ളത് 10% ഡിബഞ്ചേഴ്സ് മാത്രമാണ്. ചിലതിലൊക്കെ ആണെങ്കിൽ ബാങ്ക് ലോണൊക്കെ വരും. അപ്പോൾ ഇവിടെ ഒറ്റ ഐറ്റേ ഉള്ളൂ, 10% ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ട? ഫിനാൻസിന് വേണ്ടിയിട്ടാണ് അല്ലേ, നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ടുന്ന ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, 2015 2 ലക്ഷം രൂപ നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുണ്ടായിരുന്നു. 2014 എത്രയേ ഉള്ളൂ? 1,50,000 ഉള്ളൂ. അതിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ കുറെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തു? പൈസ തിരിച്ചു കൊടുത്ത് ആ ഡിബഞ്ചർ റിഡംഷൻ നടത്തി. ഡിബഞ്ചറിന്റെ എമൗണ്ട് കൂടിയിരുന്നെങ്കിൽ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു നമ്മുടെ ഫണ്ട് കൂട്ടി എന്നാണ് അർത്ഥം. ഇവിടെ എന്താ സംഭവിച്ചത്? ഡിബഞ്ചറിന്റെ എമൗണ്ട് കുറയാണ് ചെയ്തത്. കുറഞ്ഞാൽ നമ്മുടെ പൈസ നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തിട്ട് ഡിബഞ്ചർ തിരിച്ച് റിഡംഷൻ നടത്തി എന്നാണ് അർത്ഥം. അപ്പൊ അത് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എഴുതുക റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണ്? വ്യത്യാസം എഴുതാൻ പാടുള്ളൂ, 50,000. ഇനി നമ്മൾ നോക്കേണ്ട എന്താണ്? അസറ്റ് ആണ്. അസറ്റ് നോക്കുകയാണെങ്കിൽ നോക്കിയേ, ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോൺ സ്റ്റോക്ക് അക്കൗണ്ട് ആണ് നോക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2016 4,90,000, 2015 4,25,000. നോക്കിയേ, നമ്മൾ ആദ്യം നോക്കേണ്ടത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് വല്ല ഡിപ്രീസിയേഷനും ഉണ്ടോ എന്ന് നോക്കുക. അത് എവിടെയാ പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റിൽ പറയും. അപ്പൊ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനകത്ത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷൻ ഒന്നും പറയുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് എന്താ സംഭവിച്ചത്? 2015 4,25,000 ലാൻഡേ നമ്മുടെ ഉണ്ടായിരുന്നുള്ളൂ. 2016 4,90,000 രൂപയുടെ ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിവിടെ ലാൻഡ് പുതിയതായിട്ട് വാങ്ങി അല്ലെ. അത്ര രൂപയുടെ ലാൻഡും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ലാൻഡ് കൂടി എന്നാണ്. ലാൻഡ് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കാണും? ലാൻഡ് വാങ്ങിക്കാണും. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, ലാൻഡ് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എന്ത് ചെയ്യും? കുറയല്ലേ ചെയ്യും. നമ്മുടെ പൈസ എന്ത് ചെയ്യണം? നമ്മൾ കുറയാണ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുവാണെങ്കിൽ അത് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എഴുതേണ്ടത് ആപ്ലിക്കേഷനകത്ത് എഴുതുക പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്.
ഇവിടെ അക്കൗണ്ട് വരയ്ക്കണമെന്ന കാര്യമില്ല, കാരണം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഒക്കെ വരയ്ക്കണമായിരുന്നു. ഇവിടെ ഇൻക്രീസ് ആണെങ്കിൽ, അതായത് ഏതൊരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടാൽ അർത്ഥം നമ്മൾ ഒന്നുകിൽ അസറ്റ് വാങ്ങി എന്നാണ്. ആ ഒരു അസറ്റിൽ ഡിക്രീസ് സംഭവിച്ചാൽ ഒന്നുകിൽ ഡിപ്രീസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അസറ്റ് വിറ്റു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അഡ്ജസ്റ്റ്മെന്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ആയതുകൊണ്ട് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ പർച്ചേസ് ആപ്ലിക്കേഷൻ വരാൻ കാര്യം എന്താണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുമ്പോൾ നമ്മുടെ ഇതിലുള്ള പൈസ പോവല്ലേ, അപ്പൊ നമ്മുടെ പൈസ നമ്മൾ പേ ചെയ്യുന്ന എല്ലാം എന്താണ്, ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ്, 4,25,000 എന്നുള്ളത് 4,90,000 ആയി. ഇപ്പൊ എത്രയാണ്, 65,000 രൂപയുടെ ലാൻഡ് നമ്മൾ എന്ത് ചെയ്തു, വാങ്ങി. ഇനി നോക്കിയേ, അടുത്ത എന്താണ് പറയുന്നത്, പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയും 2015 1 ലക്ഷം ആയിരുന്നു, 2016 90,000 ആയിരുന്നു. നമുക്കത് വേണമെങ്കിൽ എന്താണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനകത്ത് എന്ത് പറയുന്നുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10,000 രൂപയുടെ ഡിപ്രീസിയേഷൻ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ അക്കൗണ്ട് വരയ്ക്കാം, കാരണം അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞുകൊണ്ട്. നമ്മൾ നോക്കേണ്ടത് 2015 1 ലക്ഷം രൂപയുടെ എന്തുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടായിരുന്നു, 2016 90,000 ഉള്ളൂ. ആ വ്യത്യാസമാണ് 10,000. ആ 10,000 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണെന്ന് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ അക്കൗണ്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പം ഡിഫറൻസ് ആ 10,000 തന്നെ ആയതുകൊണ്ട് നമുക്കറിയാം അത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ ഇവിടെ വരുമോ, ഇല്ല. നമ്മൾ ഡിപ്രീസിയേഷൻ എവിടെ എടുത്തു, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എടുത്തു. അപ്പൊ അതിവിടെ വരുന്ന ഐറ്റം അല്ല. അടുത്ത് നോക്കിയേ, ഫർണിച്ചറും താഴെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട് 2,000. 2015 25,000 ഉണ്ടായിരുന്നു അല്ലെ, 2016 20,000 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഫർണിച്ചറിന്റെ വില 5,000 കുറഞ്ഞു. തൊട്ട് താഴെ പറയുന്നുണ്ട് ഫർണിച്ചർ 2,000 രൂപയുടെ എന്ത് സംഭവിച്ചു, ഡിപ്രീസിയേഷൻ സംഭവിച്ചു. ശരിക്കും ഇവിടെ ഫർണിച്ചറിന് 5,000 രൂപയുടെ വ്യത്യാസമല്ലേ വന്നത്, ആണ്. നമ്മൾ നോക്കണ ഡിപ്രീസിയേഷൻ എത്രയേ ഉള്ളൂ, 2,000 ഉള്ളൂ. അപ്പൊ അവിടെ ഒരു മിസ്മാച്ച് ഉണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എന്ത് വരയ്ക്കണം, അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫർണിച്ചറിന്റെ അക്കൗണ്ട് വരയ്ക്കാം. സ്ഥലം ഇല്ലാത്ത നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഫർണിച്ചർ നോക്കിയേ, നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഫിക്സഡ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, കാരണം എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാ കാണിക്കേണ്ടത്, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞ ഏതാണ്, 2015 ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം, ടു ബാലൻസ് ബ്രോ ഡൗൺ എമൗണ്ട് എത്രയാണ്, 25,000. ഇത് നമുക്ക് എന്തും അറിയാം, ക്ലോസിംഗ് ബാലൻസ് അറിയാം അല്ലെ. ക്ലോസിംഗ് ബാലൻസ് 2016 ക്ലോസിംഗ് ബാലൻസ് എവിടെ ആയിരിക്കും വരുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ്. എപ്പോഴും ക്ലോസിംഗ് ബാലൻസ് കുറച്ച് താഴെയായിട്ട് എഴുതുക. അപ്പൊ എഴുതണം, ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്, 20,000. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കൂടാതെ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ അത് പറയുന്നുണ്ട്, ഫർണിച്ചറിന് 2,000 രൂപയുടെ ഡിപ്രീസിയേഷൻ സംഭവിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിന്റെ വാല്യൂവിനെ കുറയ്ക്കുന്നതാണ് അല്ലെ. ഒരു അസറ്റിന്റെ വാല്യൂ കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഒരു അസറ്റിന്റെ വാല്യൂ കുറയണമെങ്കിലോ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഡിപ്രീസിയേഷൻ എവിടെ വരേണ്ട ഐറ്റമാണ്, ക്രെഡിറ്റ് വരേണ്ട ഐറ്റമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ഉള്ള എൻട്രി എന്താണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ എന്ന് പറയും അല്ലെ. കാരണം ഫർണിച്ചറിന്റെ എമൗണ്ട് കുറയും, ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷൻ എന്താണ്, ഡെബിറ്റ് ചെയ്യും അല്ലെ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ നമ്മൾ എഴുതണം, ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണ്, 2,000. ഇത്രയും മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. ഇനി നമ്മൾ നോക്കിയേ, ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇവിടെ 25,000 ഉണ്ട്, ഇവിടെ 22,000 ഉള്ളു. ഇവിടെ ഏതാണ് കൂടി നിൽക്കുന്നത്, 25,000 ആണ്. നമ്മൾ അത് തന്നെ ടോട്ടലി എഴുതുക, 25,000 രണ്ട് സൈഡും എഴുതുക. ഓക്കെ, നോക്കിയേ എവിടെയാ കുറവ്, ക്രെഡിറ്റ് സൈഡിലാണ് കുറവ്. എത്രേന്റെ കുറവുണ്ട്, 3,000 രൂപയുടെ കുറവുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ ബാലൻസിന് മുന്നേ വേണം എഴുതാൻ, ഒരിക്കലും ബാലൻസിന് ശേഷം എഴുതും. എപ്പോഴും ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് നമ്മുടെ ഇപ്പൊ ഉള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ആ ഡിഫറൻസ് മേളിൽ വേണം എഴുതാൻ. അപ്പൊ നോക്കിയേ, ഇവിടെ 3,000ന്റെ കുറവ് വരണമെങ്കിൽ ഒന്നീ ഡിപ്രീസിയേഷൻ സംഭവിക്കണം അല്ലെ. നമ്മൾ ഓൾറെഡി ഡിപ്രീസിയേഷൻ 2,000 സംഭവിച്ചെന്ന് എഴുതി, ഇനി വീണ്ടും ഡിപ്രീസിയേഷൻ 3,000 എഴുതാൻ പാടില്ല. പിന്നെ ഒരു ഫർണിച്ചർ കുറയണമെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഫർണിച്ചർ നമ്മൾ വിറ്റിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 3,000. ഒരു അസറ്റ് വിൽക്കുമ്പോൾ എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ആ അസറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഫർണിച്ചർ വിൽക്കുമ്പോൾ എൻട്രി എന്തായിരിക്കും, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ എന്നാണ്. അപ്പൊ നമുക്കിവിടെ എന്താന്ന് എഴുതാം, ക്യാഷ്.
ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഫർണിച്ചർ വിറ്റപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ക്യാഷ് വന്നു. ക്യാഷ് എന്ന് വന്നാൽ നമ്മൾ ഇവിടെ കാണിക്കണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. ഇവിടെ ഫർണിച്ചർ വിറ്റയാണ് അല്ലെ, ഫർണിച്ചർ വിൽക്കുമ്പോൾ നമ്മുടെയിലോട്ട് ക്യാഷ് വരികയാണ്. ക്യാഷ് വന്നാൽ അതെല്ലാം എന്താണ്? സോഴ്സസ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം സെയിൽ ഓഫ് ഫർണിച്ചർ. സെയിൽ ഓഫ് ഫർണിച്ചർ എത്രയാണ്? 3000. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ ഉള്ളത്? ഇനി നമ്മളുടെ എന്താണ്? ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ എഴുതി. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത എന്താണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ആദ്യമായിട്ട് വരച്ച അതായിരുന്നു. അത് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഡിക്രീസ് ഇൻ അല്ലെ, നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് വന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം എന്ത് ചെയ്തു? വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സോഴ്സസ് ആണ് അല്ലെ, നമ്മൾ ആവശ്യമില്ലാതെ പൈസ ഉപയോഗിച്ചില്ലെന്നാണ് അതിന്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആപ്ലിക്കേഷൻ, നമ്മൾ അധികമായിട്ട് പൈസ ചെലവാക്കി എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എഴുതേണ്ടത് സോഴ്സസിൽ എഴുതുക നെറ്റ് ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ്? സോഴ്സസ് ആണ്. എത്രയാണ് എമൗണ്ട്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് 5000 ആണ്. നമുക്കത് എഴുതാം 5000. ഓക്കെ, ഇനി എന്താ ഉള്ളത്? നമ്മളുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? സോഴ്സസ്. അല്ലെങ്കിൽ ഫണ്ട് ലോസ് ഫ്രം ഓപ്പറേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടെ ഒരു ആപ്ലിക്കേഷനകത്ത് വരും. ഇവിടെ നെഗറ്റീവ് ഫിഗർ അല്ലല്ലോ, പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ എപ്പോഴും സോഴ്സസ് ആണ്, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ആപ്ലിക്കേഷനകത്ത് വരും. അപ്പം നമുക്ക് എഴുതാം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. എമൗണ്ട് എത്രയായിരുന്നു? 97000. ഇനി എന്താ ഉള്ളത്? ഇനി മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എന്താണ്? ഇവിടെ ഡിബഞ്ചർ 10% ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ ഈ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റിന്റെ കാര്യം നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ തരേണ്ടതാണ്. അങ്ങനെ തന്നില്ലെങ്കിൽ പോലും നമ്മൾ പെയ്ഡ് എന്ന് പറഞ്ഞ് എന്ത് തന്നാലും, അതായത് പെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് പോയി എന്നല്ലേ അർത്ഥം. അപ്പൊ പെയ്ഡ് എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും നമ്മൾ എവിടെ കാണിക്കുക? ആപ്ലിക്കേഷനകത്ത് കാണിക്കുക. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ പെയ്ഡ് അല്ലേ, അതായത് 1,50,000-ന് 10% വെച്ച് 15,000 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ കൊടുത്തു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത്രയും രൂപ പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് എവിടെ കാണിക്കണം? ആപ്ലിക്കേഷനകത്ത് കാണിക്കണം. അപ്പൊ എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ചില ക്വസ്റ്റ്യൻ ടാക്സ് പെയ്ഡ് കാണും, ഡിവിഡൻഡ് പെയ്ഡ് കാണും. അങ്ങനെ പെയ്ഡ് എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ എവിടെ കാണിക്കുക? ആപ്ലിക്കേഷനകത്ത് കാണിക്കുക. എത്രയാണ്? 15,000. ഓക്കെ, അപ്പൊ ഇത്രയായപ്പോൾ നമ്മളുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് വരേണ്ട ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ടാലി ആണോ നോക്കാം. 65,000, 15,000, 50,000 ഇതെല്ലാം കൂട്ടുമ്പോൾ വരുന്നത് 1,30,000 വരും. ഇപ്പൊ നോക്കിയേ, 25,000, 3,000, 5,000, 97,000 എല്ലാവരുടെ കൂട്ടുമ്പം 1,30,000. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ടാലി ആയി. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് വളരെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്, നോൺ ക്യാഷ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി. ഇപ്പൊ തന്നെ മനസ്സിലാക്കുക, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഡിബഞ്ചർ ക്വസ്റ്റ്യനിൽ വന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് നമ്മൾ തിരിച്ച് ആഡ് ചെയ്യേണ്ടുന്ന ഒരു ഐറ്റം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഡിബഞ്ചർ അവിടെ മാത്രമേ വരുള്ളൂ, വേറെ നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലൊന്നും വരില്ല. അപ്പൊ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുക. അപ്പൊ കൂടുതൽ ഇല്ലസ്ട്രേഷൻസുമായിട്ട് നമുക്ക് മറ്റു വീഡിയോസിലൂടെ കാണാം.